2 മിനിറ്റ് റെഡിയാക്കാൻ പറ്റിയ ഒരു പ്രോട്ടീൻ കറിയാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് യോഗട്ടാണ്. ഇതിൽ കട്ടകളുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇത് കട്ടകളൊന്നുമില്ല എങ്കിലും നമുക്കൊന്ന് നന്നായി കലക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കറി റെഡിയാക്കാൻ 2 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും. ചോറിനൊപ്പം കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട. അതിന് വേണ്ടി ഞാൻ കുറച്ച് 5-6 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ വറ്റൽമുളക് 2 എണ്ണം. ഇത് വറ്റൽമുളക് ചതച്ച് തന്നെ എടുക്കണം, അരിഞ്ഞൊന്നും ഇടരുത്, ചതച്ച് തന്നെ എടുക്കണം. അതിനുശേഷം ഇതെല്ലാം റെഡിയായ ശേഷം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കും. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ വറ്റൽമുളക് ഇടണം. എന്നാലും എണ്ണയിലേക്ക് ആ എരിവൊക്കെ ഇറങ്ങി സ്പ്രെഡായിട്ട് കറിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. അതിനുശേഷം കറിവേപ്പില ഇടാം. അതിനുശേഷമാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പിന്നെ കുഞ്ഞുള്ളിയും പച്ചമുളകും ഒക്കെ ഇടുന്നത്. ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. പച്ചമണം പോകുന്ന വഴിയല്ല, ഒരു ഗോൾഡൻ കളർ എത്തുന്നോടം വരെ തന്നെ വഴറ്റണം. വേറെ തൈര് നമ്മൾ ഇനി ചൂടാക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ഇത് നന്നായി വഴറ്റിയെടുത്ത് നല്ല ഗോൾഡൻ കളറാകുന്നോടം വരെ തന്നെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇത് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ കറി വെക്കുന്നത്. ഈ താളിപ്പ് മാത്രമേ ഉള്ളൂ ഈ കറിക്ക്, വേറൊരു താളിപ്പുമില്ല. തൈര് ചൂടാക്കുകയോ അങ്ങനെയൊന്നുമില്ല. യോഗട്ട് ചൂടാക്കുക, വെള്ളം ഒഴിച്ച് ലൂസാക്കി ചൂടാക്കുകയോ ഒന്നുമില്ല. ആ ക്രീമി ആയിട്ടിരിക്കുന്ന യോഗട്ടിലേക്ക് തന്നെയാണ് നമ്മൾ ഇതുപോലെ ഗോൾഡൻ കളർ എത്തിയ താളിപ്പ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുഞ്ഞുള്ളിയൊക്കെ നന്ന ഗോൾഡൻ ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അങ്ങനെയാണ് ഈ കറിക്ക് ടേസ്റ്റ് വരുന്നത്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന യോഗട്ടിലേക്ക് കട്ടകളൊക്കെ ഉടച്ച് യോഗട്ടിലേക്ക് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം കൂടെ താളിച്ചതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിങ്ങിലാണ് ടേസ്റ്റ് കൂടുന്നത്. അവിടെ ഇവിടെയല്ല, എരിവ് നന്നായി എല്ലാത്തും സ്പ്രെഡാണ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ പ്രോട്ടീൻ കറി റെഡിയായി. ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, പിന്നെ വൈറ്റമിൻ ഉണ്ട്. അതിലുപരി ഇതൊരു പ്രോബയോട്ടിക്സ് ആണ്. അതായത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കുന്ന പ്രോബയോട്ടിക്സ് ആണ് യോഗട്ട് എന്ന് പറയുന്നത്. ദിവസം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതും നല്ലതാണ്. ഇതുപോലെ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ഒരു കറി റെഡി ആയിട്ടുണ്ട്. അത് വെറും കറിയല്ല, പ്രോട്ടീൻ റിച്ച്, നമ്മുടെ രോഗപ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാനായിട്ട് ഈ കറി നല്ലതാണ്. പിന്നെ അതിലുപരി 2 മിനിറ്റ് കൊണ്ട് വേറെ എന്ത് കറിയാണ് റെഡിയാക്കാൻ പറ്റുന്നത് ഈ ഒരു കറിയല്ലാതെ? അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഒരുപാട് ചോറുണ്ണാനായിട്ട് പറ്റുന്ന ഒരു കറിയാണ്. വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ടാറ്റാ, ബൈ ബൈ, സീ യു.